ഒരുപാട് വിദ്യാർത്ഥികൾ അവരുടെ മെഡിക്കൽ എഡ്യൂക്കേഷൻ സെക്യൂർ ചെയ്യാനായിട്ട് ഇപ്പോൾ സെലക്ട് ചെയ്യുന്നൊരു ഓപ്ഷനാണ് ജോർജിയ. ജോർജിയയിൽ 2021 ശേഷം മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ നിലനിൽക്കുന്നത് വരെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഗവൺമെൻറ് യൂണിവേഴ്സിറ്റിയിലേക്ക് മാത്രമാണ് നമ്മുടെ കുട്ടികൾ എൻറോൾ ചെയ്ത് പോയിരുന്നതെങ്കിൽ ഇപ്പോൾ ജോർജിയയിൽ NMCയുടെ പുതിയ റൂൾ പ്രകാരം വേൾഡ് ഡയറക്ടറി ഓഫ് മെഡിക്കൽ സ്കൂൾസിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ട യൂണിവേഴ്സിറ്റികളിലൊക്കെ നമുക്ക് പഠനം എൻറോൾ ചെയ്യാം എന്ന കാരണം കൊണ്ട് ഒരുപാട് വിദ്യാർത്ഥികൾ ജോർജിയയിലെ മെഡിക്കൽ യൂണിവേഴ്സിറ്റികൾ സെലക്ട് ചെയ്യുന്നുണ്ട്. ജോർജിയയിലെ മെഡിക്കൽ യൂണിവേഴ്സിറ്റികളുടെ ഇൻഫ്രാസ്ട്രക്ചർ, അക്കാഡമിക്സ് ഇതെല്ലാം ഒരു ഔട്ട്സ്റ്റാൻഡിംഗ് ലെവലിൽ തന്നെയാണ് ജോർജിയയിലെ ഓരോ യൂണിവേഴ്സിറ്റികളും മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജോർജിയയിൽ ഒന്നിൽ കൂടുതൽ, അതായത് ചില യൂണിവേഴ്സിറ്റികളിൽ യൂറോപ്യൻ കരിക്കുലം ECTS എന്ന് പറയുന്ന യൂറോപ്യൻ കരിക്കുലം, ചില യൂണിവേഴ്സിറ്റികളിൽ USMLE കരിക്കുലം, ഈ രണ്ട് കരിക്കുലം ഫോളോ ചെയ്യുന്ന യൂണിവേഴ്സിറ്റികളാണ് ജോർജിയയിലുള്ളത്. യൂണിവേഴ്സിറ്റി സെലക്ഷൻ എന്നുള്ളതും അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റിയിലേക്കുള്ള അഡ്മിഷൻ എൻറോൾമെൻറ്റിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പും ജോർജിയയിൽ ഒരു പരിധി വരെ എളുപ്പമാണ്. പക്ഷേ എഡ്യൂക്കേഷൻ മിനിസ്ട്രിയുടെ വെരിഫിക്കേഷൻ എന്നുള്ളത് ഒരു ലെങ്തി പ്രൊസീജിയർ ആയതുകൊണ്ട് ജോർജിയ എന്ന് പറയുന്ന കൺട്രി പ്രയോറിറ്റിയിൽ നിൽക്കുന്ന കുട്ടികൾ എത്രയും പെട്ടെന്ന് അവരുടെ ആപ്ലിക്കേഷൻ ഇട്ട് എഡ്യൂക്കേഷൻ മിനിസ്ട്രിയുടെ വെരിഫിക്കേഷന് വേണ്ടി നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകുക എന്നുള്ളതാണ് ആദ്യം നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഒരു പ്രധാന ഫാക്ടർ. ജോർജിയയിലെ ഓൾമോസ്റ്റ് യൂണിവേഴ്സിറ്റികളിലെല്ലാം ഒരു 5,000 മുതൽ 6,000 അല്ലെങ്കിൽ $6,500 വരെയാണ് ഒരു വർഷത്തെ ട്യൂഷൻ ഫീസ് വരിക. ഓൾ ടുഗദർ ഒരു 8,000 മുതൽ $9,000 വരെയാണ് എല്ലാ ചെലവുകളും ഉൾപ്പെടെ, ഫ്ലൈറ്റ് ടിക്കറ്റും പോക്കറ്റ് മണി ഒഴിച്ച് ഭക്ഷണം, താമസം, യൂണിവേഴ്സിറ്റി ഫീസ് ഉൾപ്പെടെ നമ്മൾ കാണേണ്ട ഒരു അപ്രോക്സിമേറ്റ് ഫീസ് കാൽക്കുലേഷൻ. ജോർജിയയിലെ ഓൾമോസ്റ്റ് എല്ലാ യൂണിവേഴ്സിറ്റികളും ECFMG അതുപോലെ തന്നെ WFME പോലെയുള്ള എല്ലാവിധ സിസ്റ്റവും അക്രഡിറ്റഡ് ആണ്. ഇനി NMCയുടെ ഗൈഡ് ലൈൻസിലേക്ക് വരുമ്പോഴാണെങ്കിൽ പോലും മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ, അതുപോലെ തന്നെ ഇന്ത്യൻ സബ്ജക്റ്റ് അല്ലെങ്കിൽ ഇക്വലൻ്റ് ആയിട്ടുള്ള സിലബസ്, അതുപോലെ തന്നെ ടോട്ടൽ കോഴ്സ് ഡ്യൂറേഷൻ ജോർജിയയിൽ 6 വർഷമാണ്. ജോർജിയ എന്ന് പറയുന്ന കൺട്രിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പ്രധാനമായിട്ടും അറിയേണ്ട ഒരു ഫാക്ടർ എന്നുള്ളത് ലൈസൻസ് അല്ലെങ്കിൽ ഒരു രജിസ്ട്രേഷൻ ഇക്വലൻസി എന്നുള്ളൊരു ടേമും കൂടെ NMC അനൗൺസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഏത് രാജ്യത്താണോ നമ്മൾ മെഡിക്കൽ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യുന്നത് ആ രാജ്യത്ത് നമുക്ക് ഡോക്ടറായിട്ട് പണിയെടുക്കാൻ പറ്റണം എന്നുള്ളതാണ്. ജോർജിയയുടെ തന്നെ ടിബിലിസി എന്ന് പറയുന്ന ക്യാപിറ്റൽ പ്രൊവിൻസിലാണ് കമ്പാരിറ്റീവ്ലി ഹൈ എൻഡ് ഓഫ് പോപ്പുലേഷൻ ഡെൻസിറ്റി ഉള്ളത്. അതുകൊണ്ട് തന്നെ ജോർജിയയിൽ ഒരു യൂണിവേഴ്സിറ്റി നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ അത് ടിബിലിസി എന്ന് പറയുന്ന ക്യാപിറ്റൽ പ്രൊവിൻസിൽ വരുന്ന യൂണിവേഴ്സിറ്റി ആണെങ്കിൽ അത് എന്തുകൊണ്ടും അഡ്വാൻസ്ഡ് ആയിരിക്കും. ജോർജിയയിൽ പഠിക്കുന്ന കുട്ടികൾ വെക്കേഷൻ പീരിയഡിലൊക്കെ നാട്ടിലേക്ക് വരുമ്പോൾ ഈ ഒബ്സർവർഷിപ്പ് ചെയ്യാനും നമ്മുടെ നാട്ടിലെ ഹോസ്പിറ്റൽസുമായിട്ട് പേഷ്യൻസൊക്കെ ആയിട്ട് ഇൻട്രാക്ട് ചെയ്യാനൊക്കെ കൂടുതൽ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് അവർക്ക് അക്കാഡമിക്കലി കുറച്ചുകൂടെ ബെനിഫിറ്റ്സ് ആണ്. ജോർജിയ എന്ന് പറയുന്ന കൺട്രി സെലക്ട് ചെയ്യുന്ന ഓരോ വിദ്യാർത്ഥികളും പ്ലാബ്, AMC അതുപോലെ തന്നെ USMLE പോലെയുള്ള പരീക്ഷയ്ക്കും കൂടെ ഭാവിയിൽ പ്രിപ്പറേഷൻസ് ഉണ്ടെങ്കിൽ അത് അവർക്ക് മറ്റ് രാജ്യങ്ങളിലേക്കൊക്കെ മൈഗ്രേറ്റ് ചെയ്യാനും ഡോക്ടറായിട്ട് അവിടെ വർക്ക് ചെയ്യാനുള്ള ലൈസൻസ് രജിസ്ട്രേഷനൊക്കെ നമുക്ക് അവൈൽ ചെയ്യുക എന്നുള്ളത് നമുക്ക് കുറച്ചുകൂടെ എളുപ്പമാക്കി മാറ്റും. ജോർജിയ എന്ന് പറയുന്ന രാജ്യത്തെക്കുറിച്ചും അതുമായിട്ട് ബന്ധപ്പെട്ട യൂണിവേഴ്സിറ്റികൾ, അവിടുത്തെ അഡ്മിഷൻ പ്രൊസീജിയറുകൾ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളുമായിട്ടും ഡീറ്റെയിൽ ഇൻഫോർമേഷന് വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ